ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാനതാ ഇതുപോലൊരു ടിയാരയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹെയർ വെയിനോ എന്തെങ്കിലും അത് അങ്ങനെയും പറയാം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുട്ടികൾക്കും അതേപോലെ വലിയവർക്കൊക്കെ നല്ല ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറിയാണിത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ ഒരു ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ ഒരു ഗ്ലിറ്റർ ടൈപ്പ് ഉള്ളതാണ് കേട്ടോ. ഇത് ഗ്ലിറ്റർ ടൈപ്പ് എന്ന് പറയാനും പറ്റില്ല, പക്ഷേ ഒരു സാൻഡ് ടൈപ്പ് ഉള്ള ഒരു ഫോം ഷീറ്റാണിത്. പിന്നെ ഞാനൊരു സ്റ്റെൻസിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ എടുത്തിരിക്കുന്ന റൗണ്ട് വന്നിട്ട് വലിയ സൈസ് 60 270 പിന്നെ അതേപോലെ സ്മാൾ സൈസ് വരുന്നത് ഞാൻ 40 60 അങ്ങനെ 340 350 വലുതും അതേപോലെ 40 60 ചെറുതുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെ വലിപ്പം എങ്ങനെ വേണമെങ്കിലും എത്ര സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളിവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂലൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിക്കില്ലേ, ആ ടൂൾ കൊണ്ടാണ് ഇതുപോലെ ഞാൻ വരച്ചെടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഇവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് നല്ലതുപോലെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. വലിയ സൈസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയ സൈസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഫ്ലവറാക്കി മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു കത്രിക ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവറിനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മീഡിയം സൈസിലുള്ള ക്രിസ്റ്റൽസും വൈറ്റ് ക്രിസ്റ്റൽസും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു പ്ലെയറും കട്ടറുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ ഒരു കത്രിക നമുക്ക് ആവശ്യമാണ്. പിന്നെ ഞാൻ ഈ ഒരു കമ്പി കൊണ്ടാണ് ഈ ഒരു ടിയാര ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവറിനെ എങ്ങനെ ഈ ഒരു റൗണ്ടിനെ എങ്ങനെ നമുക്കൊരു ഫ്ലവറാക്കി മാറ്റിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ജസ്റ്റ് ഒരു എന്താ പറയുക കാർഡ്ബോർഡിൻ്റെ കഷ്ണം ഞാനവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ വെട്ടുമ്പോൾ ഇനിയിപ്പോൾ ആ തുണിയിലോട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഇനി ഞാൻ ആ റൗണ്ട് ഷേപ്പിലുള്ളത് എടുത്തു. എന്നിട്ട് നമുക്കിവിടെ 5 ഇതളാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 5 ഇതൾ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ തന്നെയാണ് നമുക്ക് ആ 5 ഇതൾ ഒരേ ലെവലിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഏകദേശം നമുക്ക് ഒരു ഐഡിയ വേണം. ഇത്ര വെച്ച് കട്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് 5 ഇതളുകളും ഒരേപോലെ കിട്ടുന്നത് കണ്ടില്ലേ. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു ഏകദേശം ആ അളവൊന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് കണ്ടില്ലേ ഇതിൻ്റെ എഡ്ജ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ സൈഡും നമുക്ക് ഇങ്ങനെ കർവ് ചെയ്തിട്ട് തന്നെ ഒരു ഇതളുകൾ എങ്ങനെ ഉണ്ടാവുന്നോ അതുപോലെ നമുക്കൊന്ന് കർവ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. ഇനി ഇത് എല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ചു പിടിക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലവർ ആക്കിയിട്ട് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഈസി ആയിട്ടും അതേപോലെ തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടില്ലേ, ഇതിലിപ്പോൾ നമുക്കൊരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആ ചെറുതും അതേപോലെ തന്നെ ബാക്കിയുള്ള ആ വലുതും എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ചെറുതും കണ്ടില്ലേ, ഞാൻ ഏകദേശം ആ ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കുറേ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ഇതുപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ലീഫ് ഒരു ഇതള് വലുതാവും, അല്ലെങ്കിൽ ചെറുതാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇത് കുറേ പ്രാക്ടീസിലൂടെയാണ് എനിക്കും ഇതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയത് കേട്ടോ. കുറേ പ്രാക്ടീസൊന്നും വേണ്ട. സാധാരണ നമ്മൾ കുറച്ചൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെറുതും ഇതുപോലെ തന്നെ ആ ഒരു കർവ് ഷേപ്പിൽ ഒരു ഇതളുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ മാത്രമാണ് ഞാൻ തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതുപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ ചെയ്തിട്ട് കാണിച്ചു തരാം.
ഇപ്പം ഞാൻ ബാക്കിയുള്ളത് എല്ലാതും ഫ്ലവേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ അയൺ ബോക്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അയൺ ബോക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മളുടെ ആ ഒരു സാൻഡ് ടൈപ്പ് വരുന്ന നല്ല ഭാഗം തന്നെ ഈ എന്താ പറയുക അയൺ ബോക്സിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വിരൽ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ചൂടായിട്ട് ശരിക്കും ഒരു ഉണ്ടയായിട്ട് ഇങ്ങനെ ഒന്ന് പൊന്തി വരും. അപ്പോൾ നമുക്ക് നല്ല ഫ്ലവർ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ, എന്നാലാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത ഷേപ്പല്ല ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഷേപ്പ്. ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്കൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് കണ്ടു നോക്കാം കേട്ടോ. ഇതെല്ലാതും ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇത് എന്താ പറയുക, കൈ പൊള്ളാതെയും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇത് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇതൊന്നും കൂടി കാണിച്ചു തരികയാണ്. കാരണം ഇത് നല്ലതുപോലെ എന്താ പറയുക മനസ്സിലാക്കിയാലാണ് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ വല്ലാതെ മനസ്സിലാക്കാനൊന്നുമില്ല. കാരണം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നുള്ള അതിൻ്റെ തുമ്പത്തു കൂടെ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാനിതാ ഇവിടെ ഇത്രയും ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും വലുതും അതേപോലെ തന്നെ ചെറുതും. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. മറ്റത് നമ്മൾ സാധാരണ ഒരു കട്ടിങ്സ് മാത്രമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതാ ഇതുപോലെ നമ്മളുടെ ആ കമ്പി ഏകദേശം അത്യാവശ്യം നമ്മളിപ്പോൾ സാധാരണ നമുക്ക് എത്രത്തോളം നമ്മുടെ ഹെയറിന് ആവശ്യമുണ്ടോ അതിനെ ഡബിളായിട്ട് വേണം നമ്മൾ കമ്പി എടുക്കാനായിട്ട്. കാരണം നമ്മളിതിൽ ഇങ്ങനെ മുത്തുകൾ വെച്ചിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിരിക്കും തോറും നമ്മുടെ കമ്പികളുടെ ലെങ്ത്ത് കുറവായി കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു ടിയാര ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുന്നതിനെക്കാട്ടും ഡബിളായിട്ട് നമ്മൾ ഈ ഒരു കമ്പീനെ മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ട ഒരു ഏകദേശം ഒരു ലെങ്ത്തിൽ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ നേരത്തെ നമുക്ക് എന്തൊരു റൗണ്ട് ഷേപ്പുള്ള ഏതൊരു ഡിവൈസും ആയിക്കോട്ടെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഒരു പേനയോ അല്ലെങ്കിൽ പെൻസിലോ അങ്ങനെ എന്തോ ആവട്ടെ, ഇനി ബ്രഷിൻ്റെ ഒക്കെ ഇത് ഉരുണ്ട ഭാഗം ഉണ്ടാവില്ലേ. അപ്പം ഞാനിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു നൂല് കട്ട് ചെയ്യുന്ന ആ ഒരു ടൂൾ ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് ഞാനിത് ഈ ഒരു റൗണ്ട് ചുറ്റിയെടുത്തിട്ടുള്ളത്. അത്രയ്ക്കൊക്കെ മതി കേട്ടോ. കാരണം ഇതിപ്പോൾ വലുതായിട്ട് വലിയൊരു ഫ്ലവറൊന്നും അല്ലല്ലോ. അപ്പം മോൾക്കും അതേപോലെ എനിക്കും വെക്കാൻ പറ്റുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിനൊന്ന് പിരിച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആ ഒരു ബീഡ്സ് ഉണ്ടല്ലോ, വൈറ്റ് കളർ പേൾ ബീഡ്സ് ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് എന്താ പറയുക കമ്പിയിൽ കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു 4 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരൊറ്റ കമ്പി എടുക്കുക കേട്ടോ. ഏതാണോ മുകൾ ഭാഗത്ത് ഫസ്റ്റ് ഇരിക്കുന്ന കമ്പി അതെടുക്കുക. അതിലോട്ട് നമ്മുടെ ചെറിയ ഫ്ലവർ ഉണ്ടല്ലോ അതിൻ്റെ അടിവശത്ത് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ കമ്പി ഉണ്ടല്ലോ ഇതിൻ്റെ അടിവശത്തു നിന്ന് നമ്മൾ മുകളിലോട്ട് കുത്തിയെടുക്കണം കേട്ടോ. അടിവശത്തു നിന്ന് മുകളിലോട്ടാണ് കുത്തിയെടുക്കേണ്ടത്. ഇതുപോലെ അടിവശത്തു നിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു പേള് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ പേളിനെ മാറ്റിയിട്ട് ആ ഒരു ഹോളിൽ കൂടെ ഈ കമ്പി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ പേൾ അവിടെ കറക്റ്റായിട്ട് നമുക്കത് നിൽക്കും. അതായത് ഒരു കെട്ടുപോലെ ആയിട്ട് അവിടെ നിൽക്കും. അപ്പോഴാണ് നമുക്ക് ഫ്ലവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോവാതെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇതുപോലെ നമ്മൾ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അതിനൊന്ന് പിടിച്ച് വലിച്ചു. നല്ലതുപോലെ പിടിച്ച് വലിക്കണ്ട കേട്ടോ, ഒന്ന് പതുക്കെയൊക്കെ ഒന്ന് ചെയ്താൽ മതി. കാരണം അത്രയല്ല നമ്മുടെ ഫ്ലവറിന് അത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര കട്ടിയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതേപോലെ ഒരു 4 പ്രാവശ്യം ഒന്നുകൂടി നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു പേള് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പേള് 2 കമ്പിയുടെയും ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഇനി ഒരു പേള് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ കമ്പികളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മുത്തിന് 2 കമ്പിയുടെ ഉള്ളിൽ കൂടിയും നമ്മൾ ഇട്ട് കൊടുക്കുക.
അപ്പോൾ കമ്പിയൊക്കെ കെട്ടാവാത്തതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ എന്താണ് കെട്ടായി കഴിഞ്ഞാൽ അത് എടുക്കാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ, അത് വളഞ്ഞു പോവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഞാൻ രണ്ടറ്റത്ത് കൂടി നമ്മുടെ ആ പേളൊന്ന് കയറ്റിയെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ കറക്റ്റ് അതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതും ഇതേപോലെ ഒരു 4 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തത് നമ്മൾ ഒരൊറ്റ കമ്പി എടുക്കുക. ആ കമ്പിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ക്രിസ്റ്റൽ ഉണ്ടല്ലോ. അപ്പോൾ ക്രിസ്റ്റൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മറ്റേ പേളും വെച്ച് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ക്രിസ്റ്റലാണ് ഫസ്റ്റ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനെ നമ്മൾ ഒരു ചില്ല പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതാ കുറച്ച് ലെങ്ത്തിൽ വെച്ചിട്ട് ഒന്ന് ഇതാ അങ്ങനെ മടക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ നമുക്ക് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 2 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു കമ്പ് പോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ വീണ്ടും നമ്മൾ ഒരു ക്രിസ്റ്റൽ കൂടി കോർത്ത് കൊടുത്തു. അതിനുശേഷം ഇതാ ഇതിനെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം വീണ്ടും ഒന്ന് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഏകദേശം നമ്മൾ ലെങ്ത്ത് നോക്കിയാൽ മതി. എത്ര പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല, നമ്മൾ ആ ഒരു ലെങ്ത്ത് കണക്കാക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു പേളിനെ ഇതുപോലെ കോർത്ത് കൊടുക്കുക. അപ്പോൾ പേള് നമ്മൾ കോർത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മളിതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആ ലെങ്ത്ത് ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ 2 കമ്പിയും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ ഇപ്പോഴും നമ്മൾ 2 ചെറിയ ഫ്ലവർ, പിന്നെ ഒരു വലിയ ഫ്ലവർ, വീണ്ടും 2 ചെറിയ ഫ്ലവർ, വീണ്ടും ഒരു വലിയ ഫ്ലവർ, അങ്ങനെയാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാനിപ്പോൾ രണ്ടാമത് വെച്ച് കൊടുക്കാൻ പോകുന്നതും ഈ ഒരു ചെറിയ ഫ്ലവർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലും ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കമ്പി അടിയിൽ നിന്ന് മുകളിലോട്ട് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പേള് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ പേളിനെ മാറ്റിയിട്ട് ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും ആ ഒരു ഹോളിൽ കൂടെ തന്നെ നമുക്ക് ഈ കമ്പി ഒന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ. ഈ ഒരു പ്രോസസ്സിങ് തന്നെയാണ് നമ്മൾ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ചെയ്തെടുക്കുന്നത്. അതിലൊരു വ്യത്യാസമേ ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ നമ്മൾ 2 ഫ്ലവർ, ചെറിയ ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വെക്കാൻ പോകുന്നത് വലിയൊരു ഫ്ലവറാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ 2 സൈഡും ഒരു കൊമ്പ് പോലെ ചെയ്തല്ലോ, അത് ക്രിസ്റ്റലാണ് ഒരു ഫസ്റ്റ് ചെയ്തത്. പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, പേളാക്കി മാറ്റണം. അങ്ങനെ നമ്മൾ രണ്ടും ഒന്ന് ക്രിസ്റ്റൽ വെച്ചാൽ ഒന്ന് പേള് വെക്കുക, അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. വേറെ ഒന്നും നമ്മളിതിൽ ചെയ്യാനില്ല. ഇതുപോലെ ഞാൻ പിന്നെ ഒരു ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡ് നമ്മൾ പേള് വെച്ച് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അത് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ അയ്യോ അങ്ങനെ തന്നെ വെക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു ക്രിസ്റ്റലല്ലേ വെച്ച് കൊടുത്ത്, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിനി ഒരു പേളാണ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കമ്പിയിൽ കൂടെ ഒരു പേള് കോർത്ത് കൊടുത്തു. അതിന് ഇതേപോലെ ഒരു നമ്മുടെ ഏകദേശം ആ നേരത്തെ വെച്ച് കൊടുത്ത ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് വീണ്ടും ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 കമ്പി കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലെ കമ്പിയിലും ഇതേപോലെ പേള് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് നോക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ 2 കമ്പി ഉപയോഗിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പ്രോസസ്സിങ്. അത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും, ഇല്ലെങ്കിൽ പറയുന്നതിനൊപ്പം തന്നെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്തായാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം തുടക്കത്തിലൊക്കെ പഠിച്ചെടുക്കുക. ഞാനും ഇങ്ങനെ തന്നെയാണ് ചെയ്തു തുടങ്ങിയത്. ആദ്യം എൻ്റെ മോൾക്ക് ഇങ്ങനെ ഞാൻ ഓരോ ഷേപ്പിലൊക്കെ ചെയ്ത് നോക്കും. അതിനുശേഷമാണ് കുറച്ചുകൂടി നമ്മൾ പിന്നെ ബെറ്റർ ആക്കുക. കാരണം നമുക്ക് ഒന്ന് ചെയ്യുമ്പോൾ അറിയാം, അടുത്തത് ഇതുപോലെ ചെയ്താൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും അങ്ങനത്തെ മോഡലൊക്കെയാണ് നമ്മൾ പിന്നെ പരീക്ഷിച്ച് നോക്കുക. അങ്ങനെയാണ് ഇത് സക്സസ് ആവണം കേട്ടോ.
അപ്പോൾ ഇനി അടുത്തത് എനിക്ക് വെക്കാനുള്ളത് 2 ചെറിയ ഫ്ലവറാണ് വെച്ച് കഴിഞ്ഞത്. ഇനി ഞാൻ അടുത്തത് വെക്കാൻ പോകുന്നത് വലിയ ഫ്ലവറാണ്. അപ്പോൾ വലിയ ഫ്ലവറും അതുപോലെ തന്നെയാണ്. ഒരു കമ്പി എടുക്കുക, എന്നിട്ട് അതിൽ നമ്മൾ ആ വലിയ ഫ്ലവറിൽ ഒരു ഹോൾ ഉണ്ടാക്കുക, എന്നിട്ട് ഈ കമ്പി അതിലൂടെ കോർത്തെടുക്കുക, എന്നിട്ട് ഒപ്പം തന്നെ ഒരു പേളും കോർത്തെടുക്കുക. എന്നിട്ട് ആ പേളിനെ മാറ്റിയിട്ട് ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം കമ്പി ഒന്നുകൂടി താഴോട്ടേക്ക്, അതേ കമ്പി തന്നെ താഴോട്ടേക്ക് കുത്തിയിറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെയായിരിക്കും കിട്ടുക. കണ്ടില്ലേ, ഇതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ മുത്തിനെ മാറ്റിയിട്ട്, അതായത് ആ പേളിനെ മാറ്റിയിട്ട് ഇതാ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കമ്പി ഒന്ന് ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ അതൊന്ന് നല്ല സെറ്റായിട്ട് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തും കൂടി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്കിത് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും. ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിൻ്റെ ഏകദേശം ഒരു അളവ് അനുസരിച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്ര മതി കേട്ടോ. കാരണം ഞാൻ മോൾക്ക് ഓൾറെഡി ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കോ ഇനിയിപ്പോൾ മോൾക്കോ തന്നെ പകുതിയായിട്ടൊക്കെ വെക്കാൻ പറ്റിയത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത്. ഞാൻ ലാസ്റ്റ് വരുന്ന ഭാഗം ഒന്നുകൂടി കുറച്ചൊന്ന് പിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലെങ്ത്തിൽ പിരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് ഏതാണോ ഫസ്റ്റ് നമ്മൾ റൗണ്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അതേത് തന്നെ നമ്മൾ ലാസ്റ്റിലും നമ്മൾ റൗണ്ട് ചെയ്യാനായിട്ട് എടുക്കണം. അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു സാധനം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ ഒന്ന് ക്രോസ് ആക്കി വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അത് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് കമ്പി ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് അതിന് മുകളിൽ ചുറ്റിയെടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിൻ്റെ തുമ്പൊന്ന് നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചിട്ട് ഒന്ന് മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇതോടെ അതും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ സ്ലൈഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല കയറെന്ന് മീൻസ് നമ്മൾ ചരടുകൾ ഉണ്ടാവുമല്ലോ, ബ്ലാക്ക് മുടി ആയതുകൊണ്ട് ബ്ലാക്കൊക്കെ വെച്ചാലും ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ റിബൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തന്നെ കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ അറിയുന്നതിനേക്കാട്ടും നല്ലത് നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി ഉണ്ടാവുക, നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ വലിയ സൈസിലുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് ഹെയർ ബാൻഡ് പോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഞാൻ വേറൊരു സ്റ്റൈല് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതിന് നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണെങ്കിൽ നമുക്ക് മാലയായിട്ട് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഹെയർ വെയിന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.